ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു യുവാവിന്റെ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥ, അദ്ദേഹത്തിന്റെ അനുഭവം നിങ്ങളൊക്കെ കേട്ടിരിക്കാം. എങ്കിലും നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി, നിങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹത്തെ മാതൃകയാക്കണം എന്ന ഒരു ചിന്തയുണ്ടാവണമെന്ന പ്രതീക്ഷയോടുകൂടി ഒന്നുകൂടി അദ്ദേഹത്തിന്റെ സംഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ചില്ലറക്കാരനല്ല, കേവലം ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ല. അത് വളരെ താഴ്ന്നതാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് അപൂർവമായി നാം കേൾക്കുന്ന വളരെ ചുരുക്കം ആളുകൾ മാത്രം എത്തിപ്പെടുന്ന അദ്ദേഹം ഒരു പൈലറ്റ് ആയിരുന്നു. ഇന്റർനാഷണൽ എയർലൈൻസിൽ ഒരു പൈലറ്റായി ജോലി ലഭിച്ച അദ്ദേഹം ജീവിതത്തിലെമ്പാടും ഹറാമുകൾക്കുള്ള സാഹചര്യം തുറന്നു കൊടുക്കപ്പെട്ട അദ്ദേഹം എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. വിഭജിക്കാനും കള്ളുകുടിക്കാനുമുള്ള സകല സാഹചര്യങ്ങളും ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് ഓരോ ഹറാമിനോടും ഇല്ല എനിക്ക് വേണ്ട, ഇല്ല എനിക്ക് വേണ്ട. അദ്ദേഹത്തിന്റെ സഹപാഠികൾ അദ്ദേഹത്തെ കൺട്രി എന്ന് വിളിച്ചു, പിന്തിരിപ്പൻ എന്ന് വിളിച്ചു, ബാർബറേനിയൻ എന്ന് വിളിച്ചു. ആ സമയത്ത് ഈ പൈലറ്റായ യുവാവ് പറഞ്ഞു, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ രക്ഷിതാവിന് വേണ്ടി, എന്നെ പടച്ച എന്റെ റബ്ബിന് വേണ്ടി സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പിന്തിരിപ്പനാണ് നിങ്ങൾക്ക്, ഞാൻ കൺട്രിയാണ് നിങ്ങൾക്ക്, ഞാൻ ബാർബറേനിയൻ ആണ് നിങ്ങൾക്ക്, കുഴപ്പമില്ല, വിളിച്ചോളൂ, കളിയാക്കിക്കോളൂ, പരിഹസിച്ചോളൂ. നിങ്ങളുടെ പരിഹാസത്തിന്റെ ഓരോ കുത്തുവാക്കുകളും എനിക്ക് പ്രശംസയുടെ പൂച്ചെണ്ടുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഹറാമിൽ നിന്നും മാറി സഞ്ചരിക്കുകയുണ്ടായി ആ യുവാവ്. സഹോദരങ്ങളെ, ആ യുവാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രതിഫലം ലോകം സാക്ഷിയാണ്, ലോകത്തുള്ള സകല എയർലൈൻസുകളും സാക്ഷിയാണ്. എയർലൈൻസിൽ വർക്ക് ചെയ്യുന്ന അല്പമെങ്കിലും ഈമാൻ മനസ്സിലുള്ള സകല പൈലറ്റുകളും സാക്ഷിയാണ്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനം അപകടത്തിൽപ്പെട്ടു. അദ്ദേഹം കോ പൈലറ്റാണ്. മെയിൻ പൈലറ്റ് മൈക്രോഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു, വിമാനം അപകടത്തിലാണ്, എല്ലാ ശ്രമങ്ങളും നടന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി രക്ഷപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞ് ഒരു ഭാഗത്തേക്ക് തളർന്നു വീണു മെയിൻ പൈലറ്റ്. പക്ഷേ ആ സമയത്തും തളരാതെ, തകരാതെ, തകർന്നു പോകാതെ മൈക്രോഫോൺ കയ്യിലെടുത്തുകൊണ്ട് ഈ യുവാവ്, ഈ പൈലറ്റ് പറഞ്ഞ ചില വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. എല്ലാ വാതിലുകളും അടഞ്ഞു, സാങ്കേതിക വിദ്യകളുടെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണ്, പ്രതീക്ഷകൾക്ക് വകയൊന്നുമില്ല. പക്ഷേ അടയാത്തൊരു വാതിലുണ്ട്, ഒരിക്കലും അടയാത്തൊരു വാതിലുണ്ട്. ആ വാതിൽ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. ഏതാണ് ആ വാതിൽ? വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ് ഞാൻ എന്ന് പ്രഖ്യാപിച്ച അല്ലാഹുവിന്റെ വാതിൽ അടഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൈകൾ ഉയർത്തുക, ആ റബ്ബിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുക, രക്ഷിതാവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് മൈക്രോഫോൺ താഴെ വെച്ചുകൊണ്ട് തന്റെ കൈകൾ ഉയർത്തി പെട്ടിരിക്കുന്ന ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന ആ യുവാവിനെ കണ്ട് ഒരുപക്ഷെ രോമാഞ്ച പുളകിതനായിരിക്കണം മെയിൻ പൈലറ്റ് പോലും. അവസാനം ആ വിമാനം അതിന്റെ തകർച്ചയുടെ അവസാനത്തെ ഘട്ടത്തിലെത്തി. അത് വിറയാൻ തുടങ്ങിയപ്പോ ഈ പൈലറ്റ്, ഈ യുവാവ് ഒന്നുകൂടെ മൈക്രോഫോൺ കയ്യിലെടുത്തു. എന്നിട്ട് അവസാനമായി പ്രഖ്യാപിച്ചു, ഇല്ല, അള്ളാഹുവിന്റെ തീരുമാനം ഇത് തകരണമെന്നാണ്. അള്ളാഹു നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ ഇല്ല, നമ്മെ രക്ഷിക്കാൻ ഒരാൾക്കും തന്നെ കഴിയില്ല. അതുകൊണ്ട് ഈ വിമാനം തകരാൻ പോകുകയാണ്. ആ യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളുക. എന്നിട്ട് പറയുക, ഖൂലൂ ഷഹാദ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അയ്യുഹൽ മുസാഫിരീൻ ഖൂലൂ ഷഹാദ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. യാത്രക്കാരെ, ഷഹാദത്ത് പറയുക. ജീവിതത്തിന്റെ അവസാനത്തെ വാക്ക് ഷഹാദത്താകട്ടെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വിമാനം ഛിന്ന ഭിന്നമായി പൊട്ടിച്ചിതറി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ 4 ഭാഗത്തു നിന്നും അതിന്റെ അവശിഷ്ടങ്ങളെ കണ്ടെത്തിയപ്പോ അതിൽ നിന്ന് കിട്ടിയ ബ്ലാക്ക് ബോക്സിൽ അവസാനമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ട ശബ്ദം, ഖൂലൂ
ഷഹാദ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതിന്റെ അപ്പുറത്തേക്ക് എല്ലാം നിലച്ചു, എല്ലാം അവസാനിച്ചു. സഹോദരങ്ങളെ, ഹറാമിനോട് അരുതെന്ന് പറഞ്ഞ് ഹറാമുകൾക്കെതിരെ പോരാടി ഒഴുക്കിനെതിരെ സഞ്ചരിച്ചുകൊണ്ട് സ്വന്തം കൂട്ടുകാരെ കളിയാക്കുമ്പോ എന്റെ രക്ഷിതാവിനാണെന്ന് പറഞ്ഞ് അഭിമാനിച്ച ആ യുവാവിന്റെ പര്യവസാനം എങ്ങനെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ ദൃഷ്ടാന്തമായി എനിക്കും നിങ്ങൾക്കും കാണിച്ചു തന്നതായിരിക്കാം. അങ്ങനെയാകണം നമ്മുടെ ജീവിതം, എങ്കിൽ നമ്മുടെ പര്യവസാനം അങ്ങനെയായി തീരും. സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തെ ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മരണത്തിന്റെ രംഗം വിശദീകരിക്കുകയാണ്. അല്ലാഹ് പറയാൻ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മരണശയ്യയിൽ കിടക്കുന്ന, ജീവിതത്തെ പാപഭംഗിലമായ സന്ദർഭങ്ങളിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യന്റെ അടുത്തേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തി അടഞ്ഞ ആത്മാവേ, ഇർജിഇ. ഇത് മടക്കയാത്രക്കുള്ള സമയമാണ്. ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കലേക്ക്, റാദിയതൻ മർദിയ്യ, തൃപ്തിപ്പെട്ടവനായിക്കൊണ്ട്, രക്ഷിതാവിന്റെ തൃപ്തി നേടിയെടുത്തവനായിക്കൊണ്ട്, ഫദ്ഖുലി ഫീ ഇബാദി, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ, ആബിദീങ്ങളുടെ കൂടെ, അംബിയാക്കളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ പ്രവേശിക്കാനുള്ള സമയമാണിത്. ഫദ്ഖുലി ജന്നതി, കിളികൾ പാറിക്കളിക്കുന്ന, അരുവികൾ ഒഴുകുന്ന, സമാധാനം എന്ന അഭിസംബോധന മാത്രം മുഴങ്ങിക്കേൾക്കുന്ന സുഗാഡംബരത്തിന്റെ പറുദീസയായ സ്വർഗത്തിന്റെ വിഹായസിലേക്ക് പ്രവേശിക്കാനുള്ള സമയമാണ് ഇതെന്ന് പറഞ്ഞ് മാലാഖമാർ സുഗന്ധത്തിൽ പൊതിഞ്ഞ വസ്ത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് ആകാശലോകത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സൗഭാഗ്യം പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്കും നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പാപത്തെ സൂക്ഷിക്കണം, ജീവിതത്തിൽ ഹറാമിനെ സൂക്ഷിക്കണം, ഹറാമുകളോട് അരുതെന്ന് പറയാൻ നമുക്ക് കഴിയണം. വൃത്തികെട്ട വീഡിയോകളിൽ നിന്നും അശ്ലീല ചിത്രങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് കഴിയണം.